ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ ട്രെയിലർ റിയാക്ഷൻ. ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രെയിലർ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിന്റെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് ഡയറക്ടർ ബ്ലെസ്ലി ആണ് ഡയറക്ട് ചെയ്യുന്നത്. അദ്ദേഹം ഏതാണ്ട് ഒരു 5-6 വർഷത്തിന് ശേഷം ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവിയും കൂടെയാണ് ഇത്. ആൻഡ് വി നോ ദാറ്റ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കുറേ ആഗ്രഹവും വെച്ചിട്ട് ഗൾഫിലേക്ക് പോവാണ്. പക്ഷെ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് അവിടെ പെട്ടുപോവാണ് മരുഭൂമി. അപ്പൊ അവിടെ അദ്ദേഹം ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസും ടു കം ബാക്ക് അവരെന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ മൂവി. ആൻഡ് നമ്മൾ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് ഈ മൂവിക്ക് വേണ്ടിയിട്ട് ഫുൾ അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറെ അതിൻ്റെ ഇടയിൽ ഇഞ്ചുറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഷൂട്ട് സമയത്ത് കോവിഡ് വന്നിട്ട് പൃഥ്വിരാജ് അവിടെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്താ പറയുക, എല്ലാവരുടെയും ഒരു കംപ്ലീറ്റ് എഫേർട്ട് ഉള്ള ഒരു മൂവി തന്നെ ആയിരിക്കും ആടുജീവിതം. ആൻഡ് ഇതിന്റെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ വൈഫായിട്ട് അമല പോൾ വരുന്നുണ്ട്, പിന്നെ ലെനി ഉണ്ട്, വിനീത് ശ്രീനിവാസൻ ഉണ്ട്, അപർണ ബാലമുരളി ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല വലിയൊരു കാസ്റ്റ് തന്നെ ഉള്ള ഒരു മൂവിയാണിത്. ആൻഡ് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ വന്നിട്ട് ദ ഫിലിം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡയറക്ടർ ബ്ലെസ്ലി ജോയിന്റ്ലി വിത്ത് KG അബ്രഹാം, ജിമ്മി ജീൻ ലൂയിസ് ആൻഡ് സ്റ്റീവൻ ആഡംസ്. ഓക്കെ, അപ്പോൾ ഇവർ എല്ലാവരും കൂടെ ജോയിന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയും കൂടെയാണ് ആടുജീവിതം. സോ നമുക്ക് വേഗം ട്രെയിലർ കാണാം. എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട് ഇവിടെ, കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് വേഗം ട്രെയിലർ കാണാം. ട്രെയിലർ വന്നിട്ട് 1 minute and 33 seconds ആണ്. സോ എക്സൈറ്റഡ് ടു വാച്ച് ഇറ്റ്. കാരണം ഞാനും അമ്മി കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്ന്. സോ നമുക്ക് വേഗം കാണാം. വിഷ്വൽ റൊമാൻസ്. A true story. പൃഥ്വിരാജ് വിഷ്വൽസ് വേറെ ലെവലിട്ട് ഒന്നും പറയാനില്ല. റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട്. ഒറിജിനൽ സ്കോർ AR റഹ്മാൻ. The God's Life. A Blessly film. March 28th ആണ് റിലീസ്. ഒന്നും പറയാനില്ല ഗൈസ്, ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഇമോഷണൽ, ആ ഒരു ട്രോമ, ആ ഒരു മനുഷ്യനല്ലേ നാട്ടിൽ നിന്ന് പല ആഗ്രഹവും വെച്ചിട്ടാണ് അന്യനാട്ടിലേക്ക് പോകുന്നത്. അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടാവുക. വളരെ യങ് ഏജിലാണ് പോകുന്നത് അങ്ങോട്ട്. പിന്നെ വയസ്സായി, നടക്കാൻ പറ്റാതായി, എന്നിട്ടും അവിടുന്ന് വരാൻ പറ്റാണ്ട് ആടുകളുടെ ഇടയിൽ ഇരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ ലുക്ക് ഈസ് ലൈക്ക് അമേസിങ്, ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഇതിന്റെ കുറെ പിക്ചേഴ്സ് കണ്ടിരുന്നു. അപ്പം ഈ പൃഥ്വിരാജ് വളരെ ചെറുപ്പത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ആ ഒരു നമ്മുടെ ഒരു മനുഷ്യന്റെ ട്രാൻസിഷൻ നല്ല ഭംഗിക്ക് കാണിച്ചിട്ടുണ്ട് മൂവിയിൽ. ആൻഡ് സിനിമാറ്റോഗ്രഫി ഈസ് ലൈക്ക് ഔട്ട് ഓഫ് വേർഡ്സ് എന്ന് പറയാം. പൊളിയായിട്ടുണ്ട്. മ്യൂസിക് ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആക്ടിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഈ മൂവി തിയേറ്ററിൽ പോയി കണ്ടിട്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും. ഇനി ഒരുപാട് ഇരുന്ന് ഞാൻ ഇവിടെ സംസാരിച്ച എൻ്റെ ഈ വേർപോണ്ട് ഞാൻ ഒരു കുളം തന്നെ ഉണ്ടാക്കും ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രെയിലർ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നിയെന്ന് കമന്റ് ബോക്സിൽ വന്ന് പറയണം, മറക്കരുത്. ഓക്കെ, സോ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. ബൈ.